യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. കെപിസിസി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷം ധൂർത്താണെന്ന് ആരോപിച്ചും വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കണം, ആശാവർക്കർമാരുടെ സേവനവേതന വ്യവസ്ഥകൾ നടപ്പാക്കണം, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നിയോജകമണ്ഡലം ചെയർമാൻ എൻ.എ. സാബു അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറിമാരായ ഷാഹിദ് റഹ്മാൻ, എൻ.ആർ. സതീശൻ, പി.ജെ. രാജു, മറ്റു നേതാക്കളായ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, പി.ജി. ജയദീപ്, മനോജ് കടമ്പാട്ട്, ബുഷറ റഷീദ്, ഒ. ശ്രീകൃഷ്ണൻ, ജ്യോതി ടീച്ചർ, ഇന്ദിര ശശികുമാർ, പി.കെ. കൃഷ്ണൻകുട്ടി, ഷാനവാസ്, സി.എച്ച്. ഹരീഷ്, പി. ഗിരീഷ്, പി.വി. ബിജു, സി.എ. ജോസഫ്, ഹംസ നാരോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള ജനതയോടുള്ള വെല്ലുവിളിയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഏതെല്ലാം മേഖലകളിൽ ഇവർക്ക് എന്തൊക്കെ അവകാശപ്പെടാനുണ്ട്? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും മെട്രോ റെയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വിമാനത്താവളവും ഒക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. അന്നൊക്കെ കളിയാക്കിയവർ 5000 കോടി രൂപയുടെ പദ്ധതി ചെലവിൽ 6000 കോടിയുടെ അഴിമതിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ലാത്ത സ്ഥിതിവിശേഷം സ്കൂൾ കൂട്ടുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മഴക്കാല പൂർവ്വകാല പ്രവർത്തനങ്ങൾ ഇവിടം വരെ എത്തി.